ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങളോട് കടുത്ത അവഗണനയെന്ന പരാതി. ജിംനാസ്റ്റിക് താരങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലും വേദിയിൽ എത്തിക്കുന്നതിലുമാണ് വീഴ്ച സംഭവിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ക്ക് എത്തിയ സംഘത്തിന് ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് താമസ സൗകര്യം കിട്ടിയത്. ഹോട്ടലിൽ നിന്ന് കായിക താരങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയതാകട്ടെ ഓട്ടോയിലും ടാക്സിയിലും. ഇതിന് അംബുജൻ ചേരുന്നതിന് എന്തൊക്കെയാണ് പ്രധാന ആക്ഷേപങ്ങളായി ഉയരുന്നത്? ഇപ്പോൾ അവരെവിടെയാണുള്ളത്? സുഹേൽ, നിലവിൽ ഇപ്പോൾ അവർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിയതെല്ലാം തന്നെ അവർ വിവരിക്കുമ്പോൾ വലിയ തരത്തിലൊരു അവഗണന നേരിട്ടു എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ എത്തിയ സംഘമാണ്. 63 മത്സരാർത്ഥികളും 7 ഒഫീഷ്യൽസുമായിട്ടാണ് ഏതാണ്ട് 70ഓളം പേർ ഇവിടെ എത്തിയത്. പക്ഷേ യാത്രയിലുടനീളം വലിയ ദുരിതം അവർ അനുഭവിച്ചു. ഇന്നലെ ഡൽഹിയിലെത്തിയ സംഘമെല്ലാം തന്നെ അനുഭവിച്ചത് വലിയ ദുരിതമാണ്. അവർക്ക് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 കൂടി തന്നെ ഡൽഹിയിലെത്തിയ സംഘത്തിന് താമസ സൗകര്യം ലഭിച്ചത് ഏതാണ്ട് പുലർച്ചെ 3 മണിക്ക് മാത്രമാണ്. പിന്നീട് ഈ സംഘം രാവിലെ ഈ സ്റ്റേഡിയത്തിൽ എത്തിയതും അതും ഓട്ടോയിലും ടാക്സിയിലുമായിട്ടാണ് എത്തിയത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച്, ഈ ഒരു അവഗണനയെക്കുറിച്ച് ഇവർ തന്നെ നമ്മളോട് വിശദീകരിക്കും. ഇപ്പോൾ ടീമിന്റെ ഒരു ഒഫീഷ്യൽ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നേടിയത് അവഗണന? മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് നാഷണൽ നമ്മൾ പോയിട്ടുണ്ട്. ഈ വർഷത്തെ നാഷണൽ പരിതാപകരമായിരുന്നു. നമ്മൾ വന്ന ശേഷം 9 മണിയോടെ രജിസ്ട്രേഷൻ അവിടെയൊക്കെ പൂർത്തിയാക്കി. അതിനുശേഷം അവർ ഒരു ബസ്സിൽ ഇത്രയും പേര് ഒരുമിച്ച് കയറ്റി വിടുമായിരുന്നു. തെങ്ങി നിറഞ്ഞ് അഡ്ജസ്റ്റ് ഞങ്ങൾ പോയി. കൂടെ ആരുമില്ലായിരുന്നു. സാറിന് നാഷണൽ പോകുന്ന സമയത്ത് ലൈസൻസ് ഓഫീസർ കൂടെ ഉണ്ടാവും, മറ്റാരുമില്ലായിരുന്നു. ബസ്സിന് പോയി നമുക്ക് ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് തന്നായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഹോട്ടൽ റൂം ആരും ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ റോട്ടിലായിരുന്നു. റോട്ടിലായിരുന്നു. അതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ ഹരീഷ് സാർ ബന്ധപ്പെട്ടുകൊണ്ട് ബദൽ സംവിധാനം ഒരുക്കിയിരുന്നു. അപ്പോൾ നാനാഭാഗത്തും വെളിവർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു 4-5 പേര് ഓടി വരികയും ഇന്ന് കാലത്ത് 3 മണിയോടെ നമ്മളെ റൂമിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നലെ രാത്രി കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ കോമ്പറ്റീഷൻ ഉണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായിരുന്നു. അവരെ വിളിച്ച സമയത്ത് വ്യക്തമായ മറുപടി ഒന്നും കിട്ടുന്നില്ല. വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ടാക്സി എടുത്താണ് കുട്ടികളോട് എത്തിച്ചത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. എന്തായാലും കായിക താരങ്ങളോട് തന്നെ സംസാരിക്കും. കാരണം വലിയ വിശ്രമമൊന്നും ഇല്ലാതെ തന്നെ അവർ ഒരുപാട് നേരം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് പ്രോപ്പറായിട്ട് വേണ്ട ഒരു ഗെയിമാണ്. അതിലൊട്ടും റെസ്റ്റ് എടുക്കാൻ കിട്ടിയിട്ടില്ല. നമുക്ക് ഇന്നലെ രാത്രി ഫുള്ള് റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ ഒരു ബസ്സിൽ തന്നെ ഇത്രയും അധികം കുട്ടികളും ലഗേജ് അയച്ച് നമ്മളെ തിങ്ങി നിറഞ്ഞിട്ടാണ് എല്ലായിടത്തിലോട്ടും കൊണ്ടുപോയത്. പിന്നെ പ്രോപ്പറായിട്ട് ഫുഡും കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി സ്ഥിരമായിട്ട് ടാബ്ലറ്റ് എടുക്കുന്ന കുറേ കുട്ടികളുണ്ട്. പിന്നെ ഞാനടക്കം സ്ഥിരമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നതാണ്. ഇന്നലെ രാത്രി അതും മുടങ്ങി. ഫുള്ള് ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നതിന് ശേഷം. 1 മണിയോടുകൂടി ഇവിടെ എത്താനായിരുന്നു പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 1:30-2 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം മത്സരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ? അങ്ങനെ പറഞ്ഞു അവര്? ഇല്ല, അത് മത്സരിക്കാൻ പറ്റും. പക്ഷേ പ്രോപ്പർ റെസ്റ്റ് ഇല്ലാണ്ട് കുട്ടികൾക്കൊന്നും ഇപ്പോൾ വയ്യാണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഫുള്ളാ മഞ്ഞത്ത് ഇങ്ങനെ രാത്രി ഫുള്ള് നിന്നിട്ടാണ് നമുക്ക് 3 മണിക്കാണ് ഹോട്ടൽ റൂം അവൈലബിൾ ആയ. എന്നിട്ടും ബാക്കി ഫ്രഷ് ഒക്കെ ആയി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഫുൾ പ്രോപ്പറായിട്ടൊന്നും ഇവർ അലൗട്ട് ചെയ്തിരുന്നു. യാത്രയിൽ, അതായത് ട്രെയിനിലുള്ള യാത്രയിൽ വല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നോ? ട്രെയിനിലുള്ള യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഡൽഹിയിലെത്തിയ കായിക താരങ്ങൾ, ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് കേരളത്തിലെത്തിയ കായിക താരങ്ങളാണ്. ഇത്തരത്തിൽ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ കാറ്റഗറിയിലടക്കമുള്ള 63 കായിക താരങ്ങളാണ് ഇവിടെ എത്തിയത്. പക്ഷേ എന്ത് പറഞ്ഞാലും സുഹൈൽ, വലിയ തരത്തിലൊരു അവഗണന ഇവർ നേരിട്ടിട്ടുണ്ട്. കാരണം വലിയ ആശങ്കയിലാണ്. ഇത്തരത്തിലൊരു വിശ്രമമില്ലാതെ ഇവർ മത്സരത്തിൽ പോകുമ്പോൾ വ്യക്തമാണ്. മത്സരിച്ച് നേട്ടമുണ്ടാക്കിയാൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരം പിടിക്കുന്നവർ അവർക്ക് ആ മത്സരിക്കുന്നത് പോകുന്നതിന് മുമ്പുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നൊരു അപേക്ഷയാണ്. ഉറക്കം പോലും ഇല്ലാതെയാണ് അവർ ഇന്ന് മത്സരഗോതയിലേക്ക് ഇറങ്ങുന്നത്.